ഹായ് സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡയഗ്രത്തിലെ കമ്പോണൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മളതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ്. ഡയഗ്രാം റിലേഷൻഷിപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡയഗ്രാം റിലേഷൻഷിപ്പ് എന്താണ്? ഒരു റിലേഷൻഷിപ്പ് രണ്ട് എൻറ്റിറ്റികൾ തമ്മിൽ എന്തെങ്കിലും റിലേഷനിലാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയും, അല്ലേ? എ റിലേഷൻഷിപ്പ് ദാറ്റ് ഡിസ്ക്രൈബ്സ് റിലേഷൻ ബിറ്റ്വീൻ എൻറ്റിറ്റീസ്. റിലേഷൻഷിപ്പ് ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് ഡയമണ്ട് ഓർ റോംബസ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിലേഷൻഷിപ്പ് നമ്മൾ കാണിക്കുക ഒന്നെങ്കിൽ ഡയമണ്ട് അല്ലെങ്കിൽ റോംബസ് ഷേപ്പിലാണ് നമ്മൾ ഡയഗ്രാം റിലേഷൻഷിപ്പിൻ്റെത് കാണിക്കുക. നമുക്ക് ഈ റിലേഷൻഷിപ്പ് 3 ടൈപ്സ് ആണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ബൈനറി റിലേഷൻഷിപ്പ്, സെക്കൻഡ് വൺ റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ്, തേർഡ് വൺ ടെർണറി റിലേഷൻഷിപ്പ്. ഇങ്ങനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ബൈനറി റിലേഷൻഷിപ്പ്. എന്താണ് ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്നുള്ളൊരു മീനിങ് ആണ് ബൈനറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? സോ ബൈനറി റിലേഷൻഷിപ്പ് മീൻസ് റിലേഷൻ ബിറ്റ്വീൻ 2 എൻറ്റിറ്റീസ്. രണ്ട് എൻറ്റിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു 4 ടൈപ്സ്. ഈ ഒരു ബൈനറി റിലേഷൻഷിപ്പിനെ തന്നെ വീണ്ടും നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് 1-to-1 റിലേഷൻഷിപ്പ്. എന്താണ് 1-to-1? ദിസ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഈസ് റയർലി സീൻ ഇൻ റിയൽ വേൾഡ്. അതായത് നമ്മൾ റയറായിട്ട് കാണുന്ന ഒരു റിലേഷൻഷിപ്പാണ് 1-to-1 റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ട്, കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്. ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പ് കാണിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എന്ത് തരം റിലേഷൻഷിപ്പാണ്, ഇപ്പോൾ 1-to-1 എന്ന് പറഞ്ഞു നമ്മൾ ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു പോർഷനിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ 1-to-1 ആയതുകൊണ്ട് ഇവിടെ 1 എന്ന് കൊടുക്കും, ഇവിടെയും 1 എന്ന് കൊടുക്കും. അങ്ങനെയാണ് 1-to-1 റിലേഷൻഷിപ്പാണെന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, സ്റ്റുഡൻറ്റ് എൻറോൾ കോഴ്സ്. ഒരു സ്റ്റുഡൻറ്റ്, അതായത് 1-to-1 ആണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എന്താണ്, ഒരു കോഴ്സിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതിന് 1-to-1 റിലേഷൻഷിപ്പാണെന്ന് പറയും. സ്റ്റുഡൻറ്റ് എൻറോൾ ആണ് അവിടുത്തെ റിലേഷൻഷിപ്പ് വരുന്നത്. ആ ഒരു സ്റ്റുഡൻറ്റ് എൻറോൾ ഒരു കോഴ്സ്, ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നു. തിരിച്ച് കോഴ്സ്, ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് ആ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 1-to-1 റിലേഷൻഷിപ്പാണെന്ന് പറയാം. ഓക്കെ, the given example describes that one student can enroll only for one course and course will also have only one student. Okay, അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് വൺ 1-to-many റിലേഷൻഷിപ്പ്. നേരത്തെ 1-to-1 ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1-to-many എന്ന് പറഞ്ഞാൽ നമ്മൾ മെനീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ N എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, 1-to-N, മെനി എന്നുള്ള മീനിങ് ആണ് N കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും സെയിം എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റിന് ഒന്നിൽ കൂടുതൽ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഒരു സ്റ്റുഡൻറ്റിന് ഒന്നിൽ കൂടുതൽ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. നേരെ തിരിച്ച് ഒരുപാട് കോഴ്സസ് ഉണ്ട്, അതിൽ നമുക്ക് ആ ഒരു സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇവിടെ നോക്കൂ, ദ ബിലോ എക്സാമ്പിൾ ഷോസ് ദാറ്റ് വൺ സ്റ്റുഡൻറ്റ് ക്യാൻ ഓപ്റ്റ് for many courses but a course can have one student. ആ ഒരു കോഴ്സിൽ ആ ഒരു കുട്ടിയെ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷേ ആ ഒരു കുട്ടിക്ക് ഒരുപാട് കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് 1-to-many എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് നോക്കൂ, many-to-1 റിലേഷൻഷിപ്പാണ്. മെനി നമ്മൾ സൂചിപ്പിക്കുക N കൊണ്ടാണെന്ന് പറഞ്ഞു. സോ many-to-1, N-to-1 ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഒരു സ്റ്റുഡൻറ്റ് എൻറോൾ കോഴ്സ് 1, അതായത് മെനി സ്റ്റുഡൻറ്റ്, ഇവിടെ N എന്ന് പറയുന്നത് മെനിയാണ്. അപ്പം മെനി സ്റ്റുഡൻറ്റ് എൻറോൾ കോഴ്സ്, അതായത് ഒരു കോഴ്സിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, many-to-1. അവിടെ നോക്കൂ, ഇറ്റ് റിഫ്ലെക്ട്സ് ബിസിനസ് റൂൾ ദാറ്റ് മെനി എൻറ്റിറ്റീസ് ക്യാൻ അസോസിയേറ്റ് വിത്ത് ജസ്റ്റ് വൺ എൻറ്റിറ്റി. ഫോർ എക്സാമ്പിൾ, student enrolls for only one course but a course can have many students. അതായത്
അതായത് ഒരുപാട് സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഒരു കോഴ്സിലേക്ക് തന്നെ അപ്ലൈ ചെയ്യാം അല്ലേ. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളൊരു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു കോഴ്സിലേക്ക് ഒരുപാട് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം അല്ലേ. പക്ഷെ അതിൽ ഒരു കുട്ടീനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് എന്താ, ആ ഒരു കോഴ്സിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അവരെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കോഴ്സിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, മെനി ടു മെനി റിലേഷൻഷിപ്പ്. മെനി ടു മെനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത്. മെനി ടു മെനി പറയുമ്പോൾ 2 N വരും. ഇവിടെ എക്സാമ്പിളും സെയിം തന്നെ, സ്റ്റുഡൻറ്റ് എൻറോൾ കോഴ്സ്. ഒരുപാട് സ്റ്റുഡൻസിന് ഒരുപാട് കോഴ്സിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എൻറോൾ ചെയ്യാം. ഇവിടെ നോക്കുന്നത് ഗിവൺ ഡയഗ്രാം റെപ്രസെൻറ്റ്സ് ദാറ്റ് 1 സ്റ്റുഡൻറ്റ് ക്യാൻ എൻറോൾ ഫോർ മോർ ദാൻ 1 കോഴ്സസ്. ഒന്നിൽ കൂടുതൽ കോഴ്സിലേക്ക് അവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ആൻഡ് കോഴ്സ് ക്യാൻ ഹാവ് മോർ ദാൻ 1 സ്റ്റുഡൻറ്റ്. ആ ഒരു കോഴ്സിൽ തന്നെ എന്താ, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊരു മെനി ടു മെനി റിലേഷൻഷിപ്പ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ദ എൻഹാൻസ്ഡ് മോഡൽ. എന്താണ് എൻഹാൻസ്ഡ് മോഡൽ? നമ്മൾ ഓൾറെഡി മോഡൽ എന്താണെന്ന് പഠിച്ചു. സോ അതിലത്തെ ബേസിക് എന്തൊക്കെയാണ് വരുന്നത്, എൻറ്റിറ്റി, റിലേഷൻഷിപ്പ്, ആട്രിബ്യൂട്ട്സ് എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി എൻഹാൻസ്ഡ് മോഡലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഈ കോംപ്ലക്സിറ്റി, ഡാറ്റയുടെ കോംപ്ലക്സിറ്റി കൂടി വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു, നമ്മുടെ മോഡലിൽ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഡിഫിക്കൽറ്റി ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഈ എൻഹാൻസ്ഡ് മോഡൽ എന്ന് പറയുന്നത്. അതായത് പണ്ടുള്ള മോഡലിനേക്കാളും ഒന്നും കൂടി ഈസിയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, സോ സം ഇംപ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു എൻഹാൻസ്മെൻറ്റ് ഈ ഒരു മോഡലിലേക്ക്, നമ്മൾ ഓൾറെഡി ഉള്ള ഒരു എക്സിസ്റ്റിംഗ് മോഡലിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു എൻഹാൻസ്ഡ് മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അതായത് ഒരുപാട് കോംപ്ലക്സ് ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഈസിയർ ആയിട്ട് ചെയ്യാനും അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു എൻഹാൻസ്ഡ് മോഡൽ യൂസ്ഫുൾ ആയിരുന്നു. So hence, as part of the enhanced model, along with other improvements, 3 new concepts were added to the existing model. ഈ എക്സിസ്റ്റിംഗ് മോഡലിലേക്ക് ഒരു 3 കൺസെപ്റ്റ്സ് കൂടെ ആഡ് ചെയ്തു. അതേതൊക്കെയാണ്? ജനറലൈസേഷൻ, സ്പെഷ്യലൈസേഷൻ ആൻഡ് അഗ്രിഗേഷൻ. 3 ജനറലൈസേഷൻ, സ്പെഷ്യലൈസേഷൻ ആൻഡ് അഗ്രിഗേഷൻ. ഈ ഒരു 3 കൺസെപ്റ്റ്സ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോന്നും എന്താ നോക്കാം. ജനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബോട്ടം അപ്പ് അപ്രോച്ച്. ബോട്ടം മീൻസ് താഴെ, അപ്പ് മീൻസ് മുകളിൽ. അതായത് താഴെ നിന്ന് മുകളിലേക്കുള്ളൊരു അപ്രോച്ചാണ് എന്ത്, ജനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻ വിച്ച് 2 ലോവർ ലെവൽ എൻറ്റിറ്റീസ് കമ്പൈൻഡ് ടു ഫോം എ ഹയർ ലെവൽ എൻറ്റിറ്റീസ്. അതായത് 2 സ്മോൾ അല്ലെങ്കിൽ 2 ലോവർ ലെവൽ എൻറ്റിറ്റീസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹയർ ലെവൽ എൻറ്റിറ്റി ഫോം ചെയ്യുക. നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നോക്കൂ, ഇതാണ് ഡയഗ്രാം. 2 സ്മോൾ ലെവൽ എൻറ്റിറ്റീസ്. ഇവിടെ സേവിങ്സ് ഉണ്ട്, കറണ്ട്. ഇതൊരു ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ സേവിങ്സ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു എൻറ്റിറ്റി ഉണ്ട്. കറണ്ട് എന്ന് പറഞ്ഞിട്ടൊരു എൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ കറണ്ട്, സേവിങ്സ്, ഈ 2 എൻറ്റിറ്റീസ് ഇത് ലോവറിൽ, അതായത് ബോട്ടം അപ്പാണ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്ത്, ജനറലൈസേഷൻ. അപ്പോൾ ബോട്ടം എന്ന് പറയുന്നത് താഴെ ഇപ്പോൾ ഏതൊക്കെയാണ്, സേവിങ്സ് ഉണ്ട്, കറണ്ട് ഉണ്ട്. ഈ 2 എൻറ്റിറ്റീസ് ഫോം ചെയ്തിട്ട് ഒരു ഹയർ ലെവൽ എൻറ്റിറ്റി ആയിട്ടുള്ള അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഹയർ ലെവൽ എൻറ്റിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോവർ ലെവൽ എൻറ്റിറ്റി ഫോം ചെയ്തിട്ടൊരു ഹയർ ലെവൽ എൻറ്റിറ്റി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും, ജനറലൈസേഷൻ എന്ന് പറയും. ഇതൊരു ബോട്ടം അപ്പ് അപ്രോച്ചാണ്, താഴെ നിന്ന് മുകളിലേക്കുള്ളൊരു അപ്രോച്ചാണ്. ഇവിടെ റിലേഷൻഷിപ്പ് കാണിച്ചിട്ടുള്ളത് ഈസേ എന്നാണ്. അത് അക്കൗണ്ട് ഈസേ സേവിങ്സും ആവാം, അക്കൗണ്ട് ഈസേ കറണ്ടും ആവാം, കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും ആവാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? സോ നമുക്കെന്താ, ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബോട്ടം അപ്പ് അപ്രോച്ചാണ്. 2 ലോവർ ലെവൽ എൻറ്റിറ്റി കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹയർ ലെവൽ എൻറ്റിറ്റി ഫോം ചെയ്യുന്നു. ഇൻ ജനറലൈസേഷൻ ദ ഹയർ ലെവൽ എൻറ്റിറ്റി ക്യാൻ ഓൾസോ കമ്പൈൻ വിത്ത് അതർ ലോവർ ലെവൽ എൻറ്റിറ്റീസ് ടു മേക്ക് ഫർദർ ഹയർ ലെവൽ എൻറ്റിറ്റി. അതായത് ഇനി ആ ഒരു ഹയർ ലെവൽ എൻറ്റിറ്റിക്ക് എന്താ വേണമെങ്കിൽ മറ്റ് ലോവർ ലെവൽ എൻറ്റിറ്റി ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹയർ ലെവൽ എൻറ്റിറ്റി ഫോം ചെയ്യാം.
ഇറ്റ്സ് മോർ ലൈക്ക് സൂപ്പർ ക്ലാസ് ആൻഡ് സബ് ക്ലാസ് സിസ്റ്റം. അതായത് നമ്മൾ സബ് ക്ലാസ്സും സൂപ്പർ ക്ലാസ്സൊക്കെ പറഞ്ഞത് ഓർമ്മ ഉണ്ടായിരിക്കും. അതായത് ചൈൽഡ് ക്ലാസ്, പാരൻറ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർ ക്ലാസ് ആൻഡ് സബ് ക്ലാസ്. ഇതിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സൂപ്പർ ക്ലാസ് ആണ്. സേവിങ്സും കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് സബ് ക്ലാസ്സസ് ആണ്. അതിൻ്റെ ഒരു സബ്ബാണ് ഈ സേവിങ്സും കറണ്ടും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൂപ്പർ ക്ലാസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് സബ് ക്ലാസ്സസ് കൂടി ചേർന്നിട്ടാണ് ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ ക്ലാസ് ഫോം ചെയ്യുന്നത്. അതാണ് ആ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ടു എൻറ്റിറ്റീസ് കമ്പൈൻഡ് ടു ഫോം എന്താണ്? ജനറലൈസ് വിത്ത് എൻറ്റിറ്റി. ടു അതർ വേർഡ്, സബ് ക്ലാസ്സസ് ആർ കമ്പൈൻഡ് ടു ഫോം സൂപ്പർ ക്ലാസ്സസ്. സബ് ക്ലാസ്സസ് ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? സൂപ്പർ ക്ലാസ്സസ് ഉണ്ടായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, സേവിങ്സ് ആൻഡ് കറണ്ട് അക്കൗണ്ട് ടൈപ്സ് എൻറ്റിറ്റീസ് ക്യാൻ ബി ജനറലൈസ്ഡ് ആൻഡ് എൻറ്റിറ്റി വിത്ത് നെയിം അക്കൗണ്ട് ക്യാൻ ബി ക്രിയേറ്റഡ് വിച്ച് കവേഴ്സ് ബോത്ത്. അതായത് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻറ്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്താ? സേവിങ്സും കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടും അതിലെന്താണ്? ഇൻക്ലൂഡഡ് ആണ്. സോ രണ്ട് ലോവർ ലെവൽ എൻറ്റിറ്റീസ് കൂടി ചേർന്നിട്ടാണ് ഒരു ഹയർ ലെവൽ എൻറ്റിറ്റി ആയിട്ടുള്ള അക്കൗണ്ട് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് ജനറലൈസേഷൻ എന്ന്. ജനറൽ ആയിട്ട് നമുക്കിവിടെ അക്കൗണ്ട് എന്ന് പറയാം, ഈ ഒരു സേവിങ്സിനും കറണ്ടിനും. അപ്പോൾ ഒരു ജനറലൈസേഷൻ, ബോട്ടം അപ്പ് അപ്രോച്ചാണ് എന്തിനുള്ളത്? ജനറലൈസേഷൻ ഉള്ളത്. ഓക്കെ, ക്ലിയർ? ദെൻ അടുത്തതാണ് സ്പെഷ്യലൈസേഷൻ. എന്താണ് സ്പെഷ്യലൈസേഷൻ? അതായത് നമ്മുടെ ഓൾറെഡി പഠിച്ച ജനറലൈസേഷൻ്റെ ഒരു ഓപ്പോസിറ്റാണ് എന്ത്? സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നേരത്തെ ബോട്ടം അപ്പ് അപ്രോച്ച് ആയിരുന്നു, ഇതെന്താ? ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു അപ്രോച്ചാണ് എന്ത്? ഈ ഒരു സ്പെഷ്യലൈസേഷൻ ഉള്ളത്. അതായത് ഹയർ ലെവൽ എൻറ്റിറ്റി ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു ലോവർ ലെവൽ എൻറ്റിറ്റീസ്. ഒരു ഹയർ ലെവൽ എൻറ്റിറ്റിയെ ബ്രോക്കൺ ചെയ്ത് അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ലോവർ ലെവൽ എൻറ്റിറ്റി ആയിട്ട് ബ്രോക്കൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇൻ സ്പെഷ്യലൈസേഷൻ എ ഹയർ ലെവൽ എൻറ്റിറ്റി മേ നോട്ട് ഹാവ് എനി ലോവർ ലെവൽ എൻറ്റിറ്റി സെറ്റ്സ് ഇറ്റ്സ് പോസിബിൾ. അതായത് ഇവിടെ നോക്കൂ, ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്, ഇവിടെ എക്സ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്, ഇവിടെ കറണ്ട് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്. അങ്ങനെ 3 എൻറ്റിറ്റി ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷൻ മീൻസ് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. സോ സ്റ്റുഡൻറ്റ് ഈസ് എ എക്സ് സ്റ്റുഡൻറ്റും ആവാം, സ്റ്റുഡൻറ്റ് ഈസ് എ കറണ്ട് സ്റ്റുഡൻറ്റ്സ്. അതായത് മുന്നേ പഠിച്ചു പോയൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ല അതൊരു കറണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും ആവാം. അപ്പോൾ ഇത് ടോപ്പ് ഡൗൺ, അതായത് ആ ഒരു സ്റ്റുഡൻറ്റിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് 2 കാറ്റഗറി ആയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റുഡൻറ്റ്, കറണ്ട് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ട് വേറൊരു അതിനെ ഇനി ഫർദർ ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ സ്പെഷ്യലൈസ് ചെയ്ത് ചെറിയ ചെറിയ കാറ്റഗറിയിലായിട്ട് സബ് ക്ലാസ്സസ് ആക്കിയിട്ട് മാറ്റുന്നതിനെയാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് അഗ്രിഗേഷൻ. അഗ്രിഗേഷൻ എന്താണ്? മൂന്നാമത്തെ, ഇറ്റ് ഈസ് ദ പ്രോസസ് വെൻ റിലേഷൻ ബിറ്റ്വീൻ 2 എൻറ്റിറ്റീസ് ട്രീറ്റഡ് ആസ് എ സിംഗിൾ എൻറ്റിറ്റി. 2 എൻറ്റിറ്റിയെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ഇൻ ദിസ് ഡയഗ്രാം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് കോഴ്സ് ടുഗദർ ഈസ് ആക്ടിങ് ആസ് ആൻ എൻറ്റിറ്റി. ഈ ഒരു ഡയഗ്രാം നോക്കൂ, ഇവിടെ സെൻറ്റർ ആൻഡ് കോഴ്സ്, ഇവിടെ 2 എൻറ്റിറ്റി കണ്ടില്ലേ? ഈ 2 എൻറ്റിറ്റിയും ആക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ്. ഒരു ബോക്സ് ആയിട്ട് വരച്ച് കണ്ടോ, അതൊരു മൊത്തമായിട്ട് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെൻറ്റർ, ഓഫർ, കോഴ്സ്, അതാണ് അവിടുത്തെ റിലേഷൻഷിപ്പ്. ഓഫറാണ് അവിടുത്തെ റിലേഷൻഷിപ്പ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ അടിയിൽ വിസിറ്റർ എന്ന് പറഞ്ഞിട്ട് വേറൊരു എൻറ്റിറ്റി ഉണ്ട്. ഇവിടെ എൻക്വയർ എന്നാണ് അതിൻ്റെ റിലേഷൻഷിപ്പ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു സിംഗിൾ എൻറ്റിറ്റിയിലേക്ക് എൻക്വയർ ചെയ്യാണ് അല്ലെങ്കിൽ അന്വേഷിക്കുകയാണ്. നൗ ഇൻ റിയൽ വേൾഡ്, ഇഫ് എ വിസിറ്റർ ഫോർ എ സ്റ്റുഡൻറ്റ് വിസിറ്റ്സ് എ കോച്ചിങ് സെൻറ്റർ, അതായത് ഇപ്പോൾ ഒരു വിസിറ്റർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു കോച്ചിങ് സെൻറ്ററിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ആ കോച്ചിങ് സെൻറ്ററിലേക്ക് പോകുന്ന സമയത്ത് അവർ ആ സെൻറ്ററിനെ പറ്റി മാത്രമായിരിക്കില്ല അന്വേഷിക്കുക, ആണോ? അവിടെ എന്തൊക്കെ കോഴ്സസ് ഉണ്ട്, അങ്ങനെ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അന്വേഷിക്കും, അല്ലേ? അപ്പോൾ അവിടെ ഒരു സെൻറ്ററും കോഴ്സും ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ്
ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് അവർ സിംഗിൾ എൻറ്റിറ്റിയിലേക്ക് എൻക്വയറി ചെയ്യുന്ന സമയത്ത്, അതായത് വിസിറ്റർ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ആ സെൻറ്ററിനെ പറ്റിയിട്ടും അവിടെയുള്ള കോഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യാം, അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് അഗ്രിഗേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.